കനത്ത മഴയിൽ മലപ്പുറം അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ ആൽമരം കടപുഴകി വീണു. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എന്താണ് മലപ്പുറത്തെ സാഹചര്യം? വേണു, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ മലപ്പുറത്ത് വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാവിലെ മുതൽ നല്ല മഴ ഉണ്ട്. മലയോര മേഖലകളിലും ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അല്പസമയം മുൻപ് മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട് എന്നുള്ളത് പറയാം. പക്ഷേ അപ്പോഴും ഇടവിട്ടുള്ള തുടർച്ചയായിട്ടുള്ള മഴ ജില്ലയിലുടനീളം ലഭിക്കുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് അല്പസമയം മുമ്പ് ഒരു വാർത്ത വന്നിട്ടുള്ളത്. മലപ്പുറം അങ്ങാടിപ്പുറം വളാഞ്ചേരി റൂട്ടിൽ ആൽമരം കടപുഴകി വീണതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ശക്തമായ മഴയെ തുടർന്നാണ് ഇന്ന് രാവിലെ വളാഞ്ചേരി മലാപ്പറമ്പിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ആൽമരം കടപുഴകി വീണതിനെ തുടർന്ന് ഈ മേഖലയിൽ ഗതാഗതം ഭാഗികമായിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള ഈ ഇലക്ട്രിക് കമ്പികളൊക്കെ തന്നെ റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. MES മെഡിക്കൽ കോളേജിലേക്കടക്കം നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഈ മേഖലയിലുള്ള ഗതാഗത തടസ്സം അത് പൊതുജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എത്രയും വേഗം ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ജില്ലാ ഭരണകൂടം പുറത്തിറക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്നുള്ളത് ഈ മഴ തുടർച്ചയായിട്ട് പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് അവധി കൂടി പ്രഖ്യാപിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ കുളം അതുപോലെ തന്നെ മറ്റ് ജലാശയങ്ങളിലൊക്കെ തന്നെ പോകുന്നത് പരമാവധി ഒഴിവാക്കണം എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി ഉള്ളതുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വീഡിയോകൾക്ക് പുറകെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ വിളിച്ചു വരുത്താതെ പരമാവധി എല്ലാവരും സുരക്ഷിതമായി വീടുകളിൽ തന്നെ ഇരിക്കണം എന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചിലയിടങ്ങളിലൊക്കെ തന്നെ റോഡിൽ കുഴികളുണ്ട്. അപ്പോൾ ഈ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുമ്പോൾ ഇതിൽ ശ്രദ്ധയിൽപ്പെടാതെ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളും കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ തരത്തിൽ ഒരു ശമനമുണ്ട്. പക്ഷേ ഇടവിട്ടുള്ള മഴ തുടർച്ചയായിട്ട് ജില്ലയിൽ ഉടനീളമുണ്ട്. ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.